116 സങ്കീർത്തനം 12 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവ നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ അസംഖ്യമാണ് എന്നുള്ളത് തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്തെല്ലാം ഉപകാരങ്ങളാണ് ദൈവം നമുക്ക് ചെയ്യുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം നോക്കുമ്പോൾ കർത്താവ് നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ എണ്ണമറ്റവയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ സഹായിക്കുന്നു. എന്തെല്ലാം ഉപകാരങ്ങളാണ്
നമുക്ക് ലഭിക്കുന്നതെന്ന് സംക്ഷിപ്തമായി സങ്കീർത്തനക്കാരൻ പറയുന്നത് 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ വളരെ ചുരുക്കമായി സംക്ഷിപ്തമായി ഒന്ന് പറയുകയാണ്, കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ എന്തെല്ലാമാണ്. ഒന്നാമത്തേത്, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെങ്കിൽ താൻ നേരിട്ടതായ മരണകരമായ ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഒരു ഭാഗമായിരിക്കാം ഇത്. നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും നാം മരണത്തെ മുഖാമുഖമായി കാണുന്ന സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരാം. രോഗത്താലോ ക്ഷീണത്താലോ അപകടത്താലോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മരണത്തെ മുന്നിൽ കാണുന്നതായ അവസരങ്ങൾ ഉണ്ടായെന്ന് വരാം. എന്നാൽ ആ സമയങ്ങളിലൊക്കെ കർത്താവ് നമ്മെ പരിപാലിക്കുന്നു. എത്രയോ അപകടങ്ങളും ആപത്തുകളും നമുക്ക് ഭവിക്കാമായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം കർത്താവ് നമ്മെ വിടുവിച്ചു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. ഒരു പടി കൂടെ കടന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിത്യമായ മരണമാണ്. നിത്യമായ മരണത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ചിരിക്കുന്നു. നാം നിത്യമായ നരകാഗ്നിക്ക് വിധിക്കപ്പെട്ടവരായിട്ടാണ് ഈ ഭൂമുഖത്തേക്ക് ജനിച്ചു വീണത്. ആദാമ്യവർഗത്തിൽ ജനിച്ചതുകൊണ്ട് സകല മനുഷ്യരും പാപികളായി ജനിച്ചു വീഴുന്നു. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ നിത്യരക്ഷ ആർക്ക് ലഭിക്കുന്നുവോ അവർ നിത്യമായ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിത്തീരുന്നു. നിത്യമായ മരണത്തിൽ നിന്ന് അവർ വിടുവിക്കപ്പെടുന്നു. നരകാഗ്നിയിൽ എറിയപ്പെടുന്നതിനെ നിത്യമായ മരണം എന്നാണ് ദൈവവചനം വിശേഷിപ്പിക്കുന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം എന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നുണ്ട്. അതാണ് നിത്യമായ മരണം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് നിമിത്തമായി നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ജീവൻ എന്ന് പറയുന്നത് നിത്യമായ ജീവനാണ്. നിത്യമായ മരണത്തിൽ നിന്ന് നിത്യമായ ജീവങ്കലേക്ക് നാം വന്നിരിക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. എത്രയോ അനുഗ്രഹകരമായ ഒരു അനുഭവമാണിത്. യഹോവ നമുക്ക് ചെയ്ത ഏറ്റവും വലിയ ഉപകാരം എന്ന് ഇതിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും. മറ്റൊരിടത്തുനിന്ന് നമുക്ക് ലഭിക്കുവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഏറ്റവും വിലയേറിയതായ ഉപകാരമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്. തൻ്റെ ഏകജാതനായ പുത്രനെ ഈ താണലോകത്തിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങൾ മുഴുവനായി ആ പുത്രൻ്റെ മേൽ ചുമത്തി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരു യാഗമായി അർപ്പിച്ച് ആ പുത്രൻ്റെ പരിശുദ്ധമായ രക്തം ദൈവനീതിയുടെ മുൻപാകെ മറുവിലയായി നൽകി നമ്മെ ദൈവമക്കളാക്കി തീർത്ത ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ വലുതാണ്. ആ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ആ ഉപകാരത്തെ നാം എല്ലാ സമയത്തും ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ അവന് എന്ത് പകരമാണ് കൊടുക്കുന്നത്? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവ് ചെയ്ത ഏറ്റവും വലിയ ഉപകാരത്തിന് മറുപടിയായി നമുക്കൊന്നും നൽകുവാൻ സാധ്യമല്ല. എന്നാൽ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും കർത്താവിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ, പ്രത്യേകിച്ച് കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 2ാമതായി താൻ പറയുന്നത്, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് അവിടുന്ന് വിടുവിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിൽ പലപ്പോഴും കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ കടന്നു വരാം. വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, നമ്മുടെ മനസ്സ് വിഷമിക്കുന്നതായ സമയത്ത്, നാം പ്രയാസപ്പെടുമ്പോൾ, താങ്ങാനാവാത്ത ഭാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം കണ്ണുനീരിൻ്റെ അനുഭവത്തിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. കണ്ണുനീർ താഴ്വരയിൽ കൂടി നാം കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം. പലപ്പോഴും ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുമ്പോൾ, നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രിയമുള്ളവർ വേർപെട്ടു പോകുമ്പോൾ,
ജീവിതത്തിലെ മറ്റു വിവിധങ്ങളായ ഭാരങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഒക്കെ നാം കണ്ണുനീരിൻ്റെ അനുഭവത്തിലേക്ക് എടുത്തെറിയപ്പെടാറുണ്ട്. എന്നാൽ ആ സമയങ്ങളിൽ നമുക്ക് ആശ്വാസത്തിനുള്ള ഒരു വഴി എവിടെയാണ്? കർത്താവിൻ്റെ സന്നിധി മാത്രമാണ്. അതുകൊണ്ടാണ് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്, കണ്ണുനീരിൻ്റെ താഴ്വരയിലേക്ക് നാം എടുത്തെറിയപ്പെട്ടാലും, കണ്ണുനീരിൻ്റെ വലിയ കയത്തിലേക്ക് നാം വീണാലും അതിനെ അനുഗ്രഹകരമായ ഒരു ജലാശയമാക്കി മാറ്റുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ വലിയവനായ ദൈവം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ അടിക്കടി ഉണ്ടാകാം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സന്തോഷകരമായ ഒരനുഭവം മാത്രമാണെന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ല. ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ദുഃഖം വരാം, നിരാശ വരാം, പ്രയാസങ്ങൾ വരാം, ബുദ്ധിമുട്ടുകളൊക്കെ വരാം, രോഗത്തിൻ്റെ ക്ഷീണമുണ്ടാകാം, മറ്റു വിധങ്ങളായ ഭാരങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വന്നെന്നിരിക്കാം. എന്നാൽ കണ്ണുനീരിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കൈവിടാത്ത ഒരു കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം വായിക്കുന്നത് പോലെ, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്നാണ് ദാവീദ് തൻ്റെ വാക്കുകളിലൂടെ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അതിനെ അനുഗ്രഹകരമായ ജലാശയമാക്കി മാറ്റി നമ്മുടെ കണ്ണുനീരിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് ഈ വാക്യത്തിൽ നാം വായിക്കുന്നത്. നീ എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. അതുകൊണ്ട് യഹോവ ചെയ്ത ഉപകാരത്തിന് നന്ദി പറയുവാൻ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി താൻ പറയുന്നത്, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. പലപ്പോഴും നാം വീണുപോകാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ രംഗങ്ങളിൽ നാം വീണുപോകുവാൻ സാധ്യതയുണ്ട്. നാം 121 സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല എന്നാണ്. പലപ്പോഴും നാം വീഴാൻ തുടങ്ങുന്ന സമയത്ത് നമ്മെ കരം പിടിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. നമ്മുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൈവദൂതന്മാർ നമ്മെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്ന് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. നാം വീണുപോകാവുന്ന സാഹചര്യത്തിൽ ദൂതന്മാരെ അയച്ച് നമ്മെ സംരക്ഷണ ചെയ്യുന്ന ദൈവത്തിൻ്റെ കരുതൽ എത്രയോ അനുഗ്രഹകരമാണ്. നാം വീണുപോകാവുന്ന സാഹചര്യത്തിൽ, കാലുകൾ വഴുതിപ്പോകാവുന്ന സാഹചര്യത്തിൽ കർത്താവ് നമ്മെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. യഹോവ ചെയ്യുന്ന ഉപകാരങ്ങൾ എത്രയോ വിലയേറിയതാണ് പ്രിയമുള്ളവരെ. ഇന്ന് രാവിലെ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമുക്കും പറയുവാൻ സാധിക്കും, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും. എണ്ണിയാൽ ഒടുങ്ങാത്ത ഉപകാരങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ എത്രയോ ആവശ്യങ്ങൾ നാം ദൈവം മുൻപാകെ സമർപ്പിച്ചു. പലപ്പോഴും നാം ഭാരത്തിലും പ്രയാസത്തിലുമായി തീർന്നു. നാം വല്ലാതെ വിഷമതയിലൂടെ കടന്നു പോയിട്ടുണ്ട്. കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം ശ്രവിച്ച് തക്ക സമയത്ത് മറുപടി നൽകി നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് ഇന്ന് രാവിലെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യത്തിൽ നാം വായിക്കുന്ന പോലെ, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയാം. ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സകല നന്ദിയും കർത്താവിന് മുൻപാകെ അർപ്പിക്കാം. ഇന്നത്തെ ദിവസം കർത്താവ് നമ്മെ അനുഗ്രഹകരമായി വഴി നടത്തുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വായിച്ചതുപോലെ യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും. അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് ഇന്ന് രാവിലെ ഞങ്ങൾ ചിന്തിക്കുകയാണ്. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ കണ്ണുനീരിൻ്റെ അനുഭവത്തിലേക്ക് എടുത്തെറിയപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ മരണത്തെ മുഖാമുഖമായി കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ കാലുകൾ ഇടറിപ്പോകാമായിരുന്നു. എന്നാൽ അവിടുന്ന് ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. നിത്യമായ മരണത്തിൽ ഞങ്ങളെ വിടുവിച്ചു. കർത്താവെ, അതുപോലെ ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ അനുഭവത്തെ മാറ്റി ഞങ്ങൾക്ക് സന്തോഷം നൽകി തന്നു. ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തി. അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്ത ഈ വലിയ ഉപകാരങ്ങൾക്ക് ഞങ്ങൾ എന്താണ് പകരം നൽകുന്നത്? കർത്താവെ, അവിടുത്തെ രക്ഷയുടെ പാനപാത്രം എടുത്ത്
അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് നന്ദി പറയുവാനല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ഇന്ന് രാവിലെ സാധ്യമല്ലല്ലോ. അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സർവ്വസ്തുതിയും സ്തോത്രവും ബഹുമാനവും മഹത്വവും ജ്ഞാനവും ബലവും എല്ലാം ഞങ്ങൾ പുത്രൻ മുഖാന്തരം അവിടുത്തെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. കർത്താവേ, ഇന്നത്തെ ദിവസം അവർ സുരക്ഷിതരായിരിക്കാൻ സഹായിക്കണമേ. വഴിയാത്രകൾ ചെയ്യുമ്പോൾ, ഭവനത്തിലായിരിക്കുമ്പോൾ, ജോലിസ്ഥലത്തായിരിക്കുമ്പോൾ, മറ്റു വിധങ്ങളായ സ്ഥാനങ്ങളിലായിരിക്കുമ്പോൾ അവിടുത്തെ സ്വർഗീയദൂതന്മാരുടെ കാവലിൽ അവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം അവിടെ നിറവേറ്റി കൊടുത്ത് സഹായിക്കണമേ. അവരുടെ കുടുംബങ്ങളെയും അവരുടെ പ്രിയമുള്ളവരെയും ഒക്കെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്താട്ടെ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി നൽകിയാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.